ഉണ്ടെന്ന് വാദിക്കുന്നവരും ഇല്ലാന്ന് വാദിക്കുന്നവരൊക്കെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ശരിക്കും ദൈവം ഉണ്ടോ? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മഴ പെയ്തത് ദൈവമാണെന്ന് കുറെ ആൾക്കാർ വിശ്വസിക്കുന്നു, കുറെ ആൾക്കാർ അങ്ങനൊന്നും ഇല്ല. സയൻസ് സർവശക്തനായ ദൈവത്തിന് ഇത്രയും ഗതികേടുണ്ടോ? സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ ഇങ്ങനെ മനുഷ്യരെ റോഡിലേക്കൊക്കെ ഇറക്കി വിടേണ്ട ആവശ്യമുണ്ടോ? ഓരോരുത്തരുടെയും ദൈവസങ്കല്പങ്ങൾ പലതായിരിക്കും. അതിനെ സയൻസ് ഉപയോഗിച്ച് തെളിയിക്കാൻ പറ്റും. ഇതിലെ ആ താടി വെച്ച വ്യക്തി പറയുന്നത് പോലെ തന്നെ ദൈവം മെറ്റീരിയൽ വേൾഡിന് പുറത്തുള്ള ഒരു കാര്യമാണ്. മെറ്റീരിയൽ വേൾഡിന് അകത്തുള്ള കാര്യങ്ങൾ മാത്രമേ സയൻസ് ഉപയോഗിച്ച് തെളിയിക്കാൻ പറ്റുള്ളൂ. ഇനി എന്താണ് നമ്മുടെ മെറ്റീരിയൽ വേൾഡ്? നമ്മുടെ മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്നത് ആദ്യം ചെറുതായിരുന്നു. നമുക്ക് ഭൂമി മാത്രമേ അറിയായിരുന്നുള്ളൂ. പിന്നീട് അത് സോളാർ സിസ്റ്റവും ഗാലക്സിയൊക്കെ ആയിട്ട് സയൻസ് കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ വലുതായി നമ്മുടെ പ്രപഞ്ചം, യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വളരെ വലുതാണ്. അത് ഇനിയും വീണ്ടും വലുതായിക്കൊണ്ടിരിക്കാം. അങ്ങനെയൊക്കെ പോയാലും ഇത് ദൈവത്തിനടുത്തേക്ക് ഒരിക്കലും എത്താൻ പോകുന്നില്ല. കാരണം ദൈവം മെറ്റീരിയൽ വേൾഡിന് പുറത്താണല്ലോ. പക്ഷെ മനുഷ്യൻ മെറ്റീരിയൽ വേൾഡിനകത്ത് തന്നെയാണുള്ളത്. ഈ മെറ്റീരിയൽ വേൾഡിനകത്തുള്ള മനുഷ്യൻ എങ്ങനെയാണ് മെറ്റീരിയൽ വേൾഡിന് പുറത്തൊരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്? അത് തീർച്ചയായും മെറ്റീരിയൽ വേൾഡിനകത്ത് തന്നെയുള്ള മതഗ്രന്ഥങ്ങളിലൂടെയാണ്. അപ്പോൾ മെറ്റീരിയൽ വേൾഡിനകത്തുള്ള മതഗ്രന്ഥങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ കാലപ്പഴക്കത്തെ കുറിച്ചൊക്കെ വേണമെങ്കിൽ ശാസ്ത്രീയമായി നമുക്ക് തെളിയിക്കാവുന്നതാണ്. അപ്പോൾ ദൈവം എന്നുള്ളത് ഓരോരുത്തരുടെ മനസ്സിലെ വിശ്വാസങ്ങൾക്കനുസരിച്ച് അവിടെ ഇരിക്കട്ടെ. അതിങ്ങനെ റോഡിലിറങ്ങി ചർച്ച ചെയ്ത് തെളിയിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ മെറ്റീരിയൽ വേൾഡിലുള്ള കേവലം ചില മതഗ്രന്ഥങ്ങൾ മാത്രം വായിച്ച് മെറ്റീരിയൽ വേൾഡിന് പുറത്ത് ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന പോലെ തന്നെ മെറ്റീരിയൽ വേൾഡിനകത്തുള്ള ഈ പുസ്തകത്തിൽ വായിച്ചതൊന്നും ശരിയല്ല എന്ന് വിശ്വസിക്കാനും നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അവകാശമുണ്ട്. അത് ഓരോരുത്തരുടെ ചിന്തകൾക്കനുസരിച്ചിരിക്കും. ഇവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഫലം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇതിലെ വ്യക്തികൾ തർക്കിക്കുന്നത് ട്രെയിനിൽ പോകുന്ന ഉദാഹരണമൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ട്രെയിൻ മിസ്സാവുന്നത്, ട്രെയിൻ അപകടം പറ്റുമ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം അത് കേൾക്കുന്നു എന്ന് പറയുമ്പോൾ, എന്നാൽ പിന്നെ ദൈവത്തിന് ട്രെയിനിലുള്ള എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി അപകടം ഒഴിവാക്കിയാൽ പോരായിരുന്നു. ഒരാൾ മാത്രം രക്ഷിച്ചത് വളരെ മോശമായി പോയി. പിന്നെ ഈ വീഡിയോ ചെയ്ത വ്യക്തികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദൈവമുണ്ട് എന്ന ചർച്ചകളൊക്കെ നടത്തുക, ഒരു ആശയ സംവാദം നടത്തുക എന്നുള്ളതൊന്നല്ല അവരുടെ ഉദ്ദേശം. അവർക്ക് അവരുടെ മതം പ്രചരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അവരുടെ മതത്തിലെ കാര്യങ്ങൾ മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. മറ്റുദ്ദേശങ്ങളൊന്നും ഇതിൻ്റെ പുറകിലില്ല.